ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എയിം സീസർ ആൻഡ് ലിയോപോൾഡ് സെൻഹർ. ഓക്കെ, അപ്പോൾ എയിം സീസർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കരീബിയൻ ഓതറാണ്, പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നോഷൻ ഓഫ് കമ്മ്യൂണിറ്റി ലിവിങ് ആൻഡ് ആൻറ്റി ക്യാപിറ്റലിസ്റ്റ് സ്റ്റാൻഡ്സ് ആർ ഡിസ്ട്രോയിഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് അജണ്ട ഓഫ് ദ കൊളോണിയൽ പവേഴ്സ്. അതായത് കൊളോണിയൽ പവേഴ്സിൻ്റെ ക്യാപിറ്റൽ അജണ്ട പ്രകാരം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു കമ്മ്യൂണിറ്റി ലിവിങ്, ഒന്നിച്ചുള്ള ജീവിതം, ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പായിട്ടുള്ള ജീവിതവും, പിന്നെ ആൻറ്റി ക്യാപിറ്റലിസ്റ്റ് സ്റ്റാൻഡ്, അതായത് കമ്മ്യൂണിറ്റിയായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റലിസത്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി എന്തായിപ്പോയിട്ടുണ്ട്? ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതിലൂടെ? കൊളോണിയൽ പവേഴ്സിലൂടെ. അദ്ദേഹം പറയാണ്, Caesar recognized that the notion of colonialism to be a farcical enterprise and considered the relation between native and colonizer to be driven by the profit motive within the capitalist agenda. കൊളോണിയലിസത്തിൽ നാറ്റീവും കോളനൈസറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു പ്രഹസനമാണ്. അതായത് അവരൊരു പ്രോഫിറ്റ് മോട്ടീവായിക്കൊണ്ടാണ്, ഒരു ക്യാപിറ്റലിസ്റ്റ് അജണ്ടയോടുകൂടി പ്രോഫിറ്റ് മോട്ടീവ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാറ്റീവ് പീപ്പിളും കോളനൈസറും തമ്മിലുള്ള റിലേഷൻ. നാറ്റീവ് കൾച്ചർ ആർ സപ്രസ്ഡ് അണ്ടർ ദ കൊളോണിയലിസം ആൻഡ് നെഗ്രിറ്റ്യൂഡ് ബാറ്റിൽ ദിസ് റിജക്ഷൻ ആൻഡ് ഡോമിനൻസ്. അതായത് നാറ്റീവ് കൾച്ചറിനെ സപ്രസ് ചെയ്യപ്പെടുകയാണ് കോളനിയൽ വൽക്കരിക്കപ്പെടുന്നതിലൂടെ. അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റാണ് നെഗ്രിറ്റ്യൂഡ്. അതിനെതിരെ ബാറ്റിൽ ചെയ്യുന്ന, അങ്ങനെയുള്ള റിജക്ഷനെതിരെ, അതായത് നാറ്റീവ് കൾച്ചറിൻ്റെ റിജക്ഷനെതിരെയും ഡോമിനൻസ് ഓഫ് ദ വൈറ്റ് പീപ്പിളിനെതിരെയും അല്ലേ ഫൈറ്റ് ചെയ്ത ഒരു മൂവ്മെൻ്റാണ് നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റ്. നമുക്കറിയാം, ആഫ്രിക്കൻ മൂവ്മെൻ്റാണ്. Negritude is the term that was coined by Caesar to denote the cultural response of the native to reclaim their lost culture under imperialism. നെഗ്രിറ്റ്യൂഡ് എന്ന ടേം കോയിൻ ചെയ്തത് സീസർ ആണ്. എന്തിനെ കാണിക്കാൻ വേണ്ടിയാണ്? ഒരു കൾച്ചറൽ റെസ്പോൺസ് ആണ്, നാറ്റീവ് പീപ്പിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കൾച്ചറൽ റെസ്പോൺസ്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു റീക്ലെയിം, തിരിച്ചു പിടിക്കാൻ വേണ്ടി, ദെയർ ലോസ്റ്റ് കൾച്ചർ അണ്ടർ ഇമ്പീരിയലിസത്തിന് താഴെ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ കൾച്ചറിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മൂവ്മെൻ്റാണ് നെഗ്രിറ്റ്യൂഡ്. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ്? എയിം സീസർ എന്ന ആഫ്രോ കരീബിയൻ ഓതറാണ്. ഓക്കെ. To form a unique black identity and raise consciousness among the native is main aim of the negritude. നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഫോം ദ യുണീക്ക് ബ്ലാക്ക് ഐഡൻറ്റിറ്റി, അല്ലേ? ബ്ലാക്കിന് യുണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് കോൺഷ്യസ്നെസ് എമംഗ് ദ നാറ്റീവ്, അവരുടെ ഇടയിൽ തങ്ങൾ ആഫ്രിക്കൻസ് ആണെന്നൊരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കി വരിക എന്നതാണ് മെയിൻ എയിം. എന്തിൻ്റെ? നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൻ്റെ. ആൻഡ് ഇറ്റ് വാസ് ഗൈഡഡ് ബൈ ദ ഹർലെയിം മൂവ്മെൻറ്റ് ഓഫ് ദ ആഫ്രിക്കൻ അമേരിക്കൻ ആൻഡ് പ്രൊപ്പൽഡ് ബൈ ബ്ലാക്ക് ആർട്ട് മൂവ്മെൻറ്റ്. ഈ ഒരു മൂവ്മെൻറ്റ് ഗൈഡ് ചെയ്യപ്പെട്ടത് ഹർലെയിം റിനൈസൻസ്, ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഇടയിൽ നടന്ന ഹർലെയിം മൂവ്മെൻറ്റും പിന്നെയോ ബ്ലാക്ക് ആർട്ട് മൂവ്മെൻറ്റുമാണ് പ്രൊപ്പൽ ചെയ്യപ്പെട്ടത്. Caesar's negritude also recognized the need for framing a separate culture of the black community. സീസർ ഈ ഒരു നെഗ്രിറ്റ്യൂഡ് എന്ന ടേം കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ നീഡ് എന്ന് പറഞ്ഞാൽ ടു ഫ്രെയിം എ സെപ്പറേറ്റ് കൾച്ചർ ഓഫ് ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി. ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി, കൾച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, റിജക്റ്റിംഗ് ദ അസിമിലിയേഷനിസ്റ്റ് ടെൻഡൻസി എമംഗ് ദ നാറ്റീവ്. അസിമിലിയേറ്റ് എന്ന് എല്ലാത്തിനെയും ഒന്നിപ്പിക്കുക, അതായത് സ്വന്തമായി കൊണ്ടൊരു സെപ്പറേറ്റ് കൾച്ചർ ഉണ്ടാക്കുക ആഫ്രിക്കൻസിൻ്റെ ഇടയിൽ നിന്നും ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്നും. ഈ ഒരു അസിമിലേഷൻ ടെൻഡൻസിയെ ഒഴിവാക്കുക എന്നതായിരുന്നു നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം.
Leopold Senher is Caesar's accomplice in the Negritude movement, who believes that colonial intervention in African culture has destroyed its communitarian and socialist outlook and created a capitalist space to segregate the native culture. Leopold Senher ഓൾസോ ഈസ് എ അക്കംപ്ലൈസർ മീൻസ് കൂട്ടാളി, ഒപ്പമുള്ള ആൾ. സീസേഴ്സിൻ്റെ നെഗ്രിറ്റ്യൂഡ് മൂവ്മെൻറ്റിൽ ഒപ്പം നിന്നയാളാണ് ലിയോപോൾഡ് സെൻഹർ. അദ്ദേഹം വിശ്വസിക്കുന്നത് ആഫ്രിക്കയിൽ കൊളോണിയൽ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതോടുകൂടി ആഫ്രിക്കൻ കൾച്ചർ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും അല്ലേ അതിൻ്റെ കമ്മ്യൂണിറ്റേറിയൻ ആൻഡ് സോഷ്യലിസ്റ്റ് ഔട്ട്ലുക്ക് നഷ്ടപ്പെട്ട് അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ നാറ്റീവ് കൾച്ചറിനെ മാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? ലിയോപോൾഡ് സെൻഹർ. എന്ന് പറഞ്ഞാൽ കൊളോണിയലിൻ്റെ വരവോടുകൂടി ആഫ്രിക്കൻ കൾച്ചർ നഷ്ടപ്പെട്ടു പൂർണ്ണമായി, അതിൻ്റെ റിയൽ കമ്മ്യൂണിറ്റേറിയൻ ആൻഡ് സോഷ്യലിസ്റ്റ് ഔട്ട്ലുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഡീകോളനൈസേഷൻ. The process of exposing and undermining or destroying the colonial power and in all its dimension is decolonization. എന്താണ് ടേം? അതായത് എക്സ്പോസ് ചെയ്യുക, അണ്ടർമൈനിങ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു പവറിനെ അടിച്ചമർത്തി ഡിസ്ട്രോയ് ചെയ്യുന്ന ഏതിനെ കൊളോണിയൽ പവറിനെ എക്സ്പോസ് ചെയ്ത് അതിനെ അണ്ടർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ താഴ്ത്തിക്കാട്ടുക, ആൻഡ് ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക. എന്തിനെ? കൊളോണിയൽ പവറിനെ. എവിടെ? ഇൻ ഓൾ ഇറ്റ്സ് ഡയമെൻഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഡീകോളനൈസേഷൻ. Denouncing the Eurocentric colonial forms of thinking, institutional and cultural forces maintaining colonial power. അതായത് ഈ ഡിനൗൺസിങ് പൂർണ്ണമായി ഉപേക്ഷിക്കുക, യൂറോസെൻട്രിക് ആയിട്ടുള്ള, അതായത് യൂറോപ്പ് സെൻട്രൽ ആയിട്ടുള്ള കൊളോണിയൽ ഫോംസ് ഓഫ് തിങ്കിനെ പൂർണ്ണമായി ഒഴിവാക്കുക, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സസ് മെയിൻറ്റെയിനിങ് കൊളോണിയൽ പവർ അത് ഒഴിവാക്കുക, പ്രിവിലേജിങ് വെസ്റ്റേൺ ആൻഡ് കൊളോണിയൽ കൾച്ചറൽ കോഡ്സ്, അല്ലേ, വെസ്റ്റേൺസിന് കൊടുക്കുന്ന പ്രിവിലേജ്, അവരുടെ കൊളോണിയൽ കൾച്ചർ കോഡ്സ്, അവരുടെ ലാംഗ്വേജ് ഓവർ നാറ്റീവ് വൺ, അതുമാത്രമല്ല ഡോമിനൻസ് ഓഫ് ദ റൈറ്റിംഗ് ഓവർ ഒറാലിറ്റി, അല്ലേ, എഴുത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റം, പിന്നെയോ ലിംഗ്വിസ്റ്റിക്സ് കൾച്ചർ ഓവർ ഇൻസ്ക്രിപ്റ്റീവ് കൾച്ചർ, പിന്നെയോ ഫോക്ക് കൾച്ചറിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ലിംഗ്വിസ്റ്റിക്സ് കൾച്ചറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ദീസ് ആർ ദ സം മേജർ കൺസേൺസ് ഓഫ് ഡീകോളനൈസേഷൻ. ഈ ടെൻഡൻസിയൊക്കെ ഡിനൗൺസ് ചെയ്യുകയാണ് ആരാദ്യം ചെയ്യുന്നത്? ഡീകോളനൈസേഷൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാസ് മെയ്ഡ് ബൈ ദ കൊളോണിയലിസം. ഇതൊക്കെ കൊളോണിയലിസം ചെയ്തതാണ്, അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്ന ടെൻഡൻസിയാണ് ഡീകോളനൈസേഷൻ. Attempts are made to block such colonial practice and efforts are made to give thrust to the ingenious forms of art and cultural practice. അവിടെ ചെയ്യുന്നത് കൊളോണിയൽ പ്രാക്ടീസസിൻ്റെ എല്ലാ പ്രാക്ടീസും ബ്ലോക്ക് ചെയ്യുകയും അതേ അവസരത്തിൽ ഒരുപാട് എഫേർട്ട് എടുക്കുക. എന്തിനു വേണ്ടി? ടു ഗിവ് ത്രസ്റ്റ് ടു ദ ഇൻജീനിയസ് ഫോംസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ്. നാറ്റീവിൻ്റെ അല്ലേ അവരുടെ പാസ്റ്റിൽ വരുന്ന ആർട്സിനെയും അല്ലെങ്കിൽ അവരുടെ ആർട്ടിനെയും അവരുടെ എന്താ പറയുക, എവിടെ പോയി, പ്രൊമോട്ട് ചെയ്യാം. അതായത് അവരുടെ ആർട്ടിനെയും അവരുടെ കൾച്ചറൽ പ്രാക്ടീസിനെയും ഒക്കെ എന്താക്കുക, കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ആഫ്രിക്കൻസിൻ്റെ. അതിനെയാണ്, ആ ടെൻഡൻസിയാണ് എന്ത് വിളിക്കുക, ഡീകോളനൈസേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഡീകോളനൈസിങ് പ്രോസസ് അഡ്വക്കേറ്റ്സ് എ റിട്ടേൺ ടു ദ ഇൻജീനിയസ് ലാംഗ്വേജ് ദാറ്റ് എൻഗേജസ് ഇൻ ഡെമോക്രാറ്റിസൈസിങ് ആൻഡ് റീഅസസിങ് ആൻഡ് റിവൈവിങ് ദ നാറ്റീവ് കൾച്ചർ. ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ചെയ്യുന്നത് ടു റിട്ടേൺ ടു ദ ഇൻജീനിയസ് ലാംഗ്വേജ് ആണ്. അതായത് യൂറോപ്യൻ ലാംഗ്വേജ് ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ നാറ്റീവ് ലാംഗ്വേജിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെയാണ് ആര് കണക്കാക്കുന്നത്? ഡീകോളനൈസേഷൻ. അതിലൂടെ ഒരു ഡെമോക്രാറ്റിസൈസിങ് ആൻഡ് റീഅസസിങ് ആൻഡ് റിവൈവിങ് ദ നാറ്റീവ് കൾച്ചർ, അതിലൂടെ നാറ്റീവ് കൾച്ചറിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള ചിന്ത. The efforts of Kenyan writer academic Enoiwa Thiong's who writes the Kigoyu are recognized. കെനിയൻ റൈറ്ററായ എനോഗീവ തിയോങ് എന്ന് പറയുന്ന റൈറ്റർ
കെനിയൻ നാറ്റീവ് ലാംഗ്വേജ് ആണ് എന്താ വായിക്കുക, കിഗുയു അല്ലേ, GIKUYU എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കെനിയൻ റൈറ്റർ അക്കാദമിക്കായ തിയോങ് എഴുതിയപ്പോൾ അതിനെന്ത് ചെയ്യപ്പെടുകയാണ്, റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കെനിയൻ്റെ നാറ്റീവ് ലാംഗ്വേജ് അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. ആരിലൂടെ? തിയോങ്ങിലൂടെ. ഏതിൻ്റെ ഭാഗമായിക്കൊണ്ട്? ഡീകോളനൈസേഷൻ്റെ ഭാഗമായി. അതുപോലെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭാഷ ലാംഗ്വേജ് ദാറ്റ് സീക്സ് ടു ഇവാലുവേറ്റ് ആൻഡ് വൈഡൻ ദ സ്കോപ്പ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ഓവർ ദ ലാംഗ്വേജ് ഓഫ് കോളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് ഒഴിവാക്കിക്കൊണ്ട് ലോക്കൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Nativism advocates that colonial modes of thoughts practice should be replaced by the recovery and promotion of pre-colonial indigenous way. അവർ പറയുന്നത് കൊളോണിയൽ മോഡ്സ് ഓഫ് തോട്ട്സും പ്രാക്ടീസൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം എന്ത് ചെയ്യണം, പ്രീ കൊളോണിയൽ ആൻഡ് ഇൻജീനിയസ് വേ ഫോളോ ചെയ്യണം അല്ലേ. അതായത് മുന്നേയുള്ള കൊളോണിയൽ വേ എങ്ങനെയായിരുന്നോ, പ്രീ കൊളോണിയൽ വേന് മുന്നേ ഉള്ളതുപോലെയുള്ള ഇൻജീനിയസ് ആയ വേ ഫോളോ ചെയ്ത് ആരെ ഒഴിവാക്കുക എന്നതാണ്, കൊളോണിയൽ മോഡ്സിനെ ഒഴിവാക്കുക എന്നതാണ് നാറ്റീവിസം. ഓക്കെ, അതിൽ തന്നെ എന്താണ്, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡീകോളനൈസേഷൻ. ഓക്കെ.